മോർണിംഗ് ഗേൾസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മുടി ഇങ്ങനെ ഇരിക്കുന്ന വേറൊന്നുണ്ടല്ല, ഞാൻ ഇന്നലെ കുളിച്ചു, മുടി എന്നിട്ട് രാത്രി ചീകിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ചിക്കനെ നമുക്ക് സെറ്റാക്കാം. അപ്പം ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റുള്ളൂ, ഇച്ചിരി ലേറ്റായി പോയി എണീക്കാൻ. അതിൽ ഞാൻ കുഴപ്പമില്ല, 5:30 ആയി ഇപ്പം. അപ്പം നമുക്ക് 6:42 അല്ല 6:56 വണ്ടി വരും. 6:40-42 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളതാണ്. അപ്പം നമുക്ക് വേഗം ചാടി ഓടിപ്പോയി റെഡി ആയാലോ. ഇത് വേറൊന്നുമില്ല കേട്ടോ, തണുത്ത് കിടക്കുന്ന ഉടുപ്പിനെ ഹീറ്ററിൻ്റെ മുകളിൽ കൊണ്ടിട്ട് ജസ്റ്റ് ഇടുന്നതിന് മുന്നേ ചൂടാക്കുന്ന ഒന്നുമില്ല. വേഗം റെഡിയാകും, കാരണം ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വേഗം റെഡിയായാണ് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കൽ നടക്കില്ല. സോ അങ്ങനെ ഞാൻ ഇപ്പം റെഡിയാകാൻ വേണ്ടി വന്നേക്കാണ്. ഇനിയിപ്പം ഫസ്റ്റ്ലി പൊക്കൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് സെറ്റാക്കട്ടെ. കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിൽ ഞാൻ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ടൈപ്പ് ഓഫ് സ്കിൻ കെയർ ആണ് യൂസ് ചെയ്യുന്നതിൽ ഞാനെങ്ങനെ എൻ്റെ സ്കിന്നിന് ക്ലിയർ ആക്കിയെന്ന് ചോദിച്ചിട്ട് ലൈക്ക് അതിനെപ്പറ്റി പറയാൻ എനിക്ക് ഒത്തിരി പറയാം. അപ്പം ഞാൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യാം. പക്ഷേ ഞാൻ രാവിലെ യൂസ് ചെയ്യുന്ന എപ്പോഴും ഈ ഒരു സിറം തന്നെയാണ് കേട്ടോ. കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബാക്ക് ക്യാമറ ആയിട്ട് എനിക്ക് അറിയത്തില്ല നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറമാണ് ഞാൻ ഫസ്റ്റ്ലി എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ആഫ്റ്റർ ഓഫ് ഫേസ് വാഷ്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയമില്ല, ഞാൻ വേഗം ഡ്രസ്സ് ഇട്ടിട്ട് വേഗം നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പോകണം. ഒട്ടും സമയമില്ല, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചെയ്ത അതിബുദ്ധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ആ നേരെ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വന്നു. യെസ്, അപ്പോൾ ഡ്രസ്സും സെറ്റായി, ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അതിന് വേണ്ടി ഓൾറെഡി ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മുട്ടയൊക്കെ പൊട്ടിച്ച് വയ്ക്കട്ടെ കേട്ടോ. രാവിലെ നമുക്ക് മുട്ടയും ബ്രെഡും കഴിക്കാം. അങ്ങനെ ഞാൻ ഫുഡ് തയ്യാറാക്കി, ലൈക്ക് കൊണ്ടുപോകാനായിട്ട് ആപ്പിളും 6 ആൽമണ്ട്സും അതുപോലെ കഴിക്കാനുള്ള ഫുഡ് ബ്രെഡ് കൂടാണ്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത്. ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് പ്രോട്ടീൻ അടിച്ച് കയറ്റേണ്ട ആവശ്യമാണ്. ഇത് ഇന്നലെ വാങ്ങിച്ച ചിപ്സ്, എന്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് രാവിലെ തന്നെ പ്രോട്ടീൻ അടിച്ച് കയറ്റാം, ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ എല്ലാ ദിവസവും അങ്ങനെ രാവിലെ കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കൂട്ടോ, എനിക്ക് എണീറ്റാൽ പിന്നെ ഫുഡ് കഴിക്കണം, അല്ലാണ്ട് പറ്റില്ല. പ്രോട്ടീൻ അടിച്ച് കയറട്ടെ. 2 മുട്ടയുണ്ട്. ഗുഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്ത ഉണ്ടാക്കിയ പാൻ ഉണ്ടായിരുന്നു, അപ്പം അതിൽ തന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തു. അപ്പോൾ ആ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു പാസ്ത ഉണ്ടാക്കി. വെളുത്തുള്ളിയുടെ ചിക്കൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഇട്ടിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ്. കഴിക്കട്ടെ കേട്ടോ, ഞാൻ ആ സമയത്ത് വീട്ടിലോടെ വിളിക്കട്ടെ കേട്ടോ. ബൈ. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജിമ്മിൽ പോകാനായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നേരെ ബസ് കയറി പോകണം. ബസ്സിന് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും ആവട്ടെ, നടക്കാൻ എനിക്ക് പറ്റില്ല, നടന്നാൽ വേഗം എത്തും. അത് വേറെ രസം. നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ബസ്സിന് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ നേരെ ജിമ്മിലേക്ക് പോട്ടെ. ജിമ്മിലെത്തിയിട്ട് കാണാം. നമ്മുടെ ജിമ്മിൽ പോവുക എന്നുള്ളൊരു മോഹം ഞാൻ വെറുതെ ഒന്ന് ഉപേക്ഷിച്ചു. വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് കുറച്ചൊന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാണ്ട് ഇപ്പോഴും ഞാൻ ഓർത്തതും. അതുപോലെ നമുക്ക് 2-3 ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സസ് എടുക്കാനുണ്ട്. അപ്പം അത് എനിക്ക് എക്സാം ആയതുകൊണ്ട് ബ്ലോക്കായിട്ട് കിടക്കായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതം. ചില സമയത്ത് പോകുന്നത് നമുക്ക് എന്താ പറയുക, പുഴ ഒഴുകുന്ന ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് നമുക്കും നീന്തേണ്ട വരും. അതുകൊണ്ട് അങ്ങനെ തന്നെ പോട്ടേന്ന് വെച്ചു. ഇനിയിപ്പം വീട്ടിൽ പോയി ഓരോ പണികളായിട്ട് ചെയ്യണം. എനിക്കിപ്പോൾ ഇത്രയും നേരത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. ജിമ്മിൽ പോയിട്ട് സമയം എക്സ്ട്രാ പോകും, കാരണം ഇവിടെ നിന്ന് ദൂരം ഉണ്ടല്ലോ ജിമ്മിലേക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമ കാണും. അപ്പോൾ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഓഫീസർ എന്ന് പറഞ്ഞ OTT. അപ്പോൾ അതുകൊണ്ട് അതിരുന്ന് കണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് തലയിലെ ഭാരമെല്ലാം ഒന്ന് ഒഴിവാക്കി വെച്ച ശേഷം, കാരണം ഇന്ന് സ്കൂളിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ടായി, ഞാൻ പിന്നെ പറഞ്ഞുതരാം അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ എന്നെ ഒന്ന് തണുപ്പിച്ചുകൊണ്ട് നമ്മുടെ എന്താ പറയുക ഒരു ആഫ്റ്റർനൂൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആക്ച്വലി ഇത് വന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ വ്ലോഗ് എടുത്തതാണ്, കംപ്ലീറ്റ് ഒന്നും ആയില്ല. അപ്പം ഞാൻ വെറുതെ എൻ്റെ ക്ലാസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തത്. എൻ്റെ പുതിയ ക്ലാസ് റൂമാണ് കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ്സൊക്കെ എങ്ങനെയാണ്, ഞാൻ ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ഞാൻ അതല്ല ഇപ്പോൾ പറയാൻ വേണ്ടി വന്നത്. ഞാൻ പറയാൻ വേണ്ടി വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണാം വ്ലോഗ്, കാണാത്തവർ പോയി കാണാം. എന്നിട്ട് അതിൻ്റെ മാർക്ക് ഷീറ്റ് എന്ന് വന്നു. അപ്പം അതിലൊരു വലിയ സർപ്രൈസ് ഉണ്ട്, ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു
play with her, don't be dishonest. Ay, still not